അതിന്റെ സമയമായി. സഭയോടൊപ്പം നിൽക്കാത്ത ആളുകൾ, വിശുദ്ധ കുർബാനയെ അംഗീകരിക്കാൻ പറ്റാത്ത ആളുകൾ പന്നിക്കൂട്ടത്തിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട കാലം കഴിഞ്ഞു. അവർ എവിടെയെങ്കിലും പോയി അവരുടെ അവസാനം തീർന്നുകൊള്ളട്ടെ. അതാണ് സഭ ഇന്നെടുക്കേണ്ട സ്റ്റാൻഡ്. സഭയിൽ ആദ്യത്തെ ഐഡിയോളജിക്കൽ പ്രോബ്ലം ഉണ്ടാകുന്നത്, മൂല്യപരമായ വിശ്വാസപരമായ പ്രശ്നം ഉണ്ടാവുന്നത് യേശുവിന്റെ മുന്നിൽ തന്നെയാണ്. യേശു പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർ, ഓർക്കണം പറഞ്ഞത് എപ്പോഴാ? തൈബേരിയൂസ് കടൽ തീരത്ത് 5000 പേരെ തൃപ്തിപ്പെടുത്തി അവരെ തന്റെ കൂടെ നിർത്തുമ്പോൾ അവര് എല്ലാം നല്ലതാന്ന് പറഞ്ഞു. പിറ്റേന്ന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, പക്ഷേ അവർ മരിച്ചുപോയി. ഞാൻ നൽകുന്ന എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നും ജീവിക്കും. ഇത് പറഞ്ഞപ്പോൾ പലരും ഇത് കഠിനമായ വാക്കാണ് എന്ന് പറഞ്ഞ് അവരെ വിട്ടുപോയി. ഓർക്കണം, അദ്ദേഹം ആൾക്കൂട്ടത്തെ ഓർത്ത് സംഭ്രമിച്ചില്ല. അദ്ദേഹം പോകുന്നവനെ ഓർത്ത് വിഷമിച്ചില്ല. തന്റെ കൂടെ നിന്ന് ആൾക്കാരോട് ചോദിച്ചു. ശേഷം കുറച്ചു പേരുണ്ടായിരുന്നു, നമ്മുടെ പൂർവവേലി അച്ഛനെയും നെല്ലിശ്ശേരിയും അച്ഛനെയും പോലെയുള്ള ആളുകൾ. അവരോട് ചോദിച്ചു, നിങ്ങൾ പോകുന്നില്ലേ? അപ്പോഴാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ തത്വം വരുന്നത്. ഞങ്ങൾ എവിടെ പോകാൻ? ജീവന്റെ വചനം നിന്റെ പക്കലുണ്ടല്ലോ, ഞങ്ങൾ എവിടെ പോകും? അതെ, ചേർത്തല മുട്ടത്തുള്ള ഈ വിശ്വാസമുള്ള ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മൾക്കറിയാം, നമ്മൾക്ക് പോകാൻ വേറെ ഒരിടവും ഇല്ല. ജീവന്റെ വചനത്തോടൊപ്പം നമ്മൾ നിൽക്കണം. പരിശുദ്ധ കുർബാന, സഭ അംഗീകരിച്ച കുർബാന, അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അവിടെ കോംപ്രമൈസ് ഇല്ല. ആര് പോയാലും പോകട്ടെ എന്ന് ഈശോ തമ്പുരാനാണ് പറഞ്ഞത്. പിന്നെ ധൂർത്തപുത്രന്റെ കഥ എന്റെ സുഹൃത്ത് പറഞ്ഞു. ശരിയാണ്, ധൂർത്തപുത്രനെ സ്വീകരിച്ച ഈശോയെ അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ കാണുന്നു. അത് ധൂർത്തപുത്രനാണ്. പിശാചുബാധിതരൊരു കൂട്ടരുണ്ടായിരുന്നു. പിശാചുബാധിതരുടെ ഇടയിലേക്ക് ഈശോ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് കാര്യം? ഞങ്ങളെ വെറുതെ വിട്ടേക്ക്, ഞങ്ങളെ ഇവിടെ തന്നെ ചടഞ്ഞുകൂടാൻ അനുവദിച്ചേക്ക്, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. അതാണ് നമ്മള് സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ കണ്ടത്. ദിവ്യകാരുണ്യവും എഴുന്നള്ളിച്ചുകൊണ്ട് വാസിൽ പിതാവ് അവിടേക്ക് കടന്നു ചെന്നപ്പോൾ അക്കൂട്ടത്തിൽ നമ്മുടെ ആന്റണി പൂതവേലി അച്ഛനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ചെല്ലേണ്ട മറ്റു പലരും വീട്ടിൽ കിടന്നുറങ്ങി. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ വീട്ടിൽ കിടന്നുറങ്ങിയപ്പോൾ ഈ വാസിൽ പിതാവിനോടൊപ്പം കൂടെ ചെല്ലാനുണ്ടായിരുന്നത് അവിടുത്തെ റെക്ടർ, ഒരു പാവം പൂതവേലി അച്ഛൻ. അപ്പൊ എന്താ സംഭവിച്ചത്? നിനക്കിവിടെ എന്താ കാര്യം? ദിവ്യകാരുണ്യത്തിന് ഇവിടെ എന്താ കാര്യം? ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. അവസാനം ഈശോ അവിടെ സ്ഥാപിതമാകുമെന്ന് കണ്ടപ്പോൾ അവര് പിന്നെ പ്ലേറ്റ് മാറ്റി. ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകാൻ ഒരിടം തരണം. അങ്ങനെ അവസാനം ഒരു പന്നിക്കൂട്ടത്തെ കാണിച്ചിട്ട് പറഞ്ഞു, അങ്ങോട്ട് പോകാൻ ഞങ്ങളെ അനുവദിക്കേ. അതിന്റെ സമയമായി. സഭയോടൊപ്പം നിൽക്കാത്ത ആളുകൾ, വിശുദ്ധ കുർബാനയെ അംഗീകരിക്കാൻ പറ്റാത്ത ആളുകൾ പന്നിക്കൂട്ടത്തിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട കാലം കഴിഞ്ഞു. അവർ എവിടെയെങ്കിലും പോയി അവരുടെ അവസാനം തീർന്നുകൊള്ളട്ടെ. അതാണ് സഭ ഇന്നെടുക്കേണ്ട സ്റ്റാൻഡ്.